ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം. മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും ബലവും. ഫസ്റ്റ് പിക്ചറിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതാണ്. ടീച്ചർ: ചിൽഡ്രൻ, ആർ യു സ്റ്റിൽ സിറ്റിംഗ് ഇൻ ദ സെയിം പ്ലേസ് വെയർ യു വെയർ വെൻ ദ ക്ലാസ് സ്റ്റാർട്ടഡ്? നിങ്ങൾ ക്ലാസ് ടീച്ചർ ഒക്കെയാണ്, നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത്? സ്റ്റുഡൻസ്: ടീച്ചർ, വി ഹാവ് മൂവ്ഡ് ഫ്രം അവർ പ്ലേസ്. അതെ ടീച്ചർ, ഞങ്ങൾ സ്ഥലം മാറിയിട്ടില്ല. ടീച്ചർ: നോ, യുവർ പൊസിഷൻ ഹാസ് ബീൻ ചേഞ്ച്ഡ്. ടീച്ചർ പറയണ, എന്നാൽ നിങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുന്നു. വൈ ഡസ് ദ ടീച്ചർ സേ ദാറ്റ് ദ ചിൽഡ്രൻസ് പൊസിഷൻ ഹാസ് ബീൻ ചേഞ്ച്ഡ്? കുട്ടികളുടെ സ്ഥാനം മാറിയിരിക്കുന്നുവെന്ന് ടീച്ചർ പറയാൻ കാരണം എന്തായിരിക്കും? നമ്മൾ അതിനെക്കുറിച്ചാണ് അങ്ങോട്ട് പഠിക്കുന്നത്. In our daily life, we always engage in some activities. We move in various situations like running, playing, walking, a bird flying, a car running, leaves sowing in the wind. All these are different forms of motion. എന്തൊക്കെയാണ്? നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഓടുക, കളിക്കുക, നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നാം ചലിക്കുന്നത്. പക്ഷി പറക്കുന്നത്, കാർ ഓടുന്നത്, മരത്തിലെ ഇലകൾ കാറ്റിലാടുന്നത്, ഇവയെല്ലാം ചലനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ ഇവിടെ ചലനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നത്, അതാ ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓടുമ്പോഴത്തേക്ക്, കളിക്കുമ്പോഴത്തേക്ക്, നടക്കുമ്പോഴത്തേക്കെല്ലാം നാം ചലിക്കുന്നുണ്ട്. ഇവിടെ 3-4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ജെയിൻ വീൽ കറങ്ങുന്നത്, ഓടുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരാള്, പിന്നെ ഒരു ലോറിയിൽ കുറെ തടി കയറ്റിക്കൊണ്ട് പോകുന്നത്, ഒരു പക്ഷി അതിന്റെ വായില് ചുള്ളി കൊണ്ടുപോകുന്നത്, പിന്നെന്തോന്നാണ് സോളാർ സിസ്റ്റം, പിന്നെ ഒരു മേശപ്പുറത്ത് ബുക്ക് ഇരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പടം കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്? ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലെറ്റ്സ് അനലൈസ് ദ പിക്ചർ ഗിവൺ അബോവ്. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഷോൺ ഇൻ ദ ഫിഗർ? അപ്പോൾ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാണ്? ഒന്ന്, ചൈൽഡ് സിറ്റിംഗ് ഓൺ എ മൂവിങ് ജെയിൻ വീൽ. കുട്ടികൾ ഈ ജെയിൻ വീലിൽ ഇരിക്കുന്നത്, ആ ജെയിൻ വീൽ കറങ്ങുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്തോന്നാണ്? എ പേഴ്സൺ ഈസ് സിറ്റിംഗ് ഓൺ എ റണ്ണിങ് ഹോഴ്സ്. ഓടുന്ന കുതിരപ്പുറത്ത് ആളിരിക്കുന്നത്. തന്നല്ലോ, ഓടുന്ന കുതിരപ്പുറത്ത് ഒരാളിരിക്കുന്നത്. മൂന്നാമത്തെ, ഓടുന്ന ലോറിയിൽ തടി കയറ്റി കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ്? ഒരു പക്ഷി ചുള്ളി കൊണ്ടുപോകുന്നത്. പിന്നെ സോളാർ സിസ്റ്റം. പിന്നെ എന്താണ്? ഒരു ടേബിളിന്റെ പുറത്ത് ബുക്ക് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെ? എ വുഡൻ ലോഗ് ഈസ് ലൈങ് ഇൻ എ മൂവിംഗ് ലോറി. എ ബേർഡ് ഫ്ലൈയിങ് വിത്ത് എ ട്വിങ് ഇൻ ഇറ്റ്സ് ബീക്ക്. മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. എ ബുക്ക് ഓൺ ദ ടേബിൾ. കറങ്ങുന്ന ജെയിൻ വീലിൽ ഇരിക്കുന്ന കുട്ടി, ഓടുന്ന കുതിരപ്പുറത്ത് ആളിരിക്കുന്നത്, ഓടുന്ന ലോറിയിൽ മരത്തടി ഇരിക്കുന്നത്, ചുള്ളിയും വച്ചുകൊണ്ട് പറക്കുന്ന പക്ഷി, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി ചലിക്കുന്നത്, ഒരു മേശപ്പുറത്ത് പുസ്തകം, ഒരു മേശപ്പുറത്ത് ഇരിക്കുന്നത്. അത്രയും സന്ദർഭങ്ങളാണ് തന്നിരിക്കുന്നത്. ടാബുലേറ്റ് ദ സിറ്റുവേഷൻസ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ചേഞ്ച് ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദ സറൗണ്ടിങ്സ് ആൻഡ് ദോസ് ഡു ഇറ്റ്. അതായത് ഇവയിൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയും സ്ഥാനം മാറാത്തവയും രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനം മാറുന്നത്, സ്ഥാനം മാറാത്തത്. ഒബ്ജക്ട് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റീവ് ടു സറൗണ്ടിങ്സ്. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ, ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവ. ഏതാണ് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നത്? ഓടുന്ന കുതിര ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന്റെ പൊസിഷനിൽ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. റണ്ണിങ് ഹോഴ്സ്. അടുത്ത മൂവിങ് ലോറി. അതുപോലെ തന്നെ ലോറി മൂവ് ചെയ്യുന്നത്, ഓടുന്ന ലോറി, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. ഫ്ലൈയിങ് ബേർഡ്, പറക്കുന്ന പക്ഷി, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. എന്നാൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തത് പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് ആ മേശയുടെ പുറത്താണ് ഇരിക്കുന്നത്, അതിന് ചലനമൊന്നും
ഉണ്ടാകുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെന്തോന്നാണ് ടേബിളും അതുപോലെ ചലിക്കുന്നില്ല, അതും അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഗെയിൻ വീൽ അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്, അതിന് ചുറ്റുമുള്ള സംഭവങ്ങളാണ് ഈ കറങ്ങുന്നത്. പിന്നെന്തോന്നാണ് മരത്തടി, ലോറി ചലിക്കുന്നു, പക്ഷെ ലോറിയുടെ പുറത്തിരിക്കുന്ന ആ തടികൾ ചലിക്കുന്നില്ല, അത് അതേ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയ? അപ്പോൾ ഒബ്ജക്ട് ദാറ്റ് ചേഞ്ച് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദെയർ surroundings are considered to be in motion, while those do not change position are considered to be stationary. അപ്പോൾ എന്താ പറയാ, ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ചലനാവസ്ഥയിലും സ്ഥാനം മാറാത്തവ നിശ്ചലാവസ്ഥയിലുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ചുറ്റുപാടിനെ അനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുകയാണെങ്കിൽ അത് ചലനാവസ്ഥയിലും, സ്ഥാനം മാറിയില്ലെങ്കിൽ അവ എന്തോന്നെന്ന് പറയാം, നിശ്ചലാവസ്ഥയിലെന്നും പറയാം. പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തോന്ന് നമുക്ക് പറയാം, മോഷനിലാണെന്ന് പറയാം. പൊസിഷൻ ചേഞ്ച് അല്ലെങ്കിൽ അതെന്തോന്ന് പറയാം, സ്റ്റേഷനറി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയ? ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ചലനാവസ്ഥയിലാണെന്നും സ്ഥാനം മാറാത്തവ നിശ്ചലാവസ്ഥയിലാണെന്നും മനസ്സിലാക്കാൻ പറ്റും. Is a child sitting on a moving wheel is motion related to the child sitting nearby. What does a person standing on ground see? അപ്പോൾ കറങ്ങുന്ന ജെയിൻ വീലിൽ ഇരിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ? എന്നാൽ തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്, തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിൽ അല്ല. അടുത്ത് നോക്കൂ. The above situations are given in the table below. Complete the tables by putting tick mark. അപ്പോൾ മുകളിലുള്ള സന്ദർഭങ്ങളെ പട്ടികയിലാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ്. ഉചിതമായ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം തന്നിട്ടുണ്ട്, അടിസ്ഥാനമാക്കുന്ന വസ്തു തന്നിട്ടുണ്ട്, ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Contest the reference object, state of motion, state of rest. A child on a moving gain wheel. കറങ്ങുന്ന ജെയിൻ വീലിലെ കുട്ടി. Child sitting nearby. അടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് അതെന്തോന്നാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. എന്നാൽ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് ആ കുട്ടി എന്തോന്നാണ്, മൂവിങ് അവസ്ഥയിലാണ്, ചലനാവസ്ഥയിലാണ്. അപ്പോൾ ആദ്യത്തേതിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, രണ്ടാമത്തേതിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, അടുത്ത പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്. കുതിര സവാരി ചെയ്യുന്ന ആൾ. ദ ഹോഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾ എന്തോന്നാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അയാൾ എന്തോന്നാണ്, സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. കുതിരയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾ നിശ്ചലാവസ്ഥയിലാണ്. തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾ ചലനാവസ്ഥയിലാണ്. ഓക്കെ, അടുത്തെന്തോന്നാണ്, ടിങ് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈയിങ് ബേർഡ്. പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല. അതെങ്ങനെയാണ്, ബേർഡിനെ വെച്ച് കിളിയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തോന്നാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ആ മരച്ചില്ല സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. എന്നാൽ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അതെന്തോന്നാണ്, മൂവിങ്, സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്, ചലനാവസ്ഥയിലാണ്, അല്ലേ? എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. സൗരയുധത്തിലെ ഭൂമി. അതിൽ സണ്ണാണെങ്കിൽ സൂര്യനെ അപേക്ഷിച്ച് മോഷനിലാണ്. സണ്ണായാലും ചന്ദ്രനെ അപേക്ഷിച്ചായാലും ഭൂമി എന്തോന്നാണ്, ചലനാവസ്ഥയിൽ ആണ്. ഓക്കെ, അടുത്ത ലോക്സ് ഓഫ് വുഡ് ഇൻ എ മൂവിങ് ലോറി. ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി ലോറിയെ അപേക്ഷിച്ച് മരത്തടി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ദ ട്രീസ് ഓൺ എയ്തർ സൈഡ്, ഇരുഭാഗത്തുമുള്ള മരങ്ങളെ അപേക്ഷിച്ച് അത് മൂവിങ് ആണ്, അല്ലേ? ചലനാവസ്ഥയിലാണ്. എ ബുക്ക് ഓൺ എ ടേബിളിലിരിക്കുന്ന ബുക്ക്, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം. മേശയെ അപേക്ഷിച്ച് അതെന്തോന്നാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ നോക്കാം അടുത്ത്. വാട്ട് ക്യാൻ ബി ഇൻഫർ ഫ്രം ദ ടേബിൾ ദ ഡിറ്റർമൈൻ വെദർ an object moving, we need refer to another object. The object that is used to reference is called a reference object. അതായത്
റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ മറ്റേതെങ്കിലും വസ്തുവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അതോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ള മറ്റൊരു വസ്തുവിനെ റെഫറൻസ് ചെയ്താണ് പറഞ്ഞത് അല്ലെ. അടിസ്ഥാനമാക്കി വസ്തുവിനെ അവലംബക വസ്തു എന്ന് പറയുന്നു. അതായത് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു വസ്തു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ നിർണയിക്കുന്നത് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. മറ്റൊന്നിനെ റെഫറൻസ് ചെയ്താണ് പറയുന്നത്. അപ്പോ ദ ഒബ്ജക്ട് ടേക്കൺ to determine the state of motion or state of rest of a body is called reference object. അതാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അത് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു വസ്തുവിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ്, റെഫറൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ വസ്തുവിനാണ് എന്തെന്ന് പറയുന്നത്? റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? ദ ഒബ്ജക്ട് ടേക്കൺ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഈസ് കാൾഡ് ദ റെഫറൻസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു വസ്തു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അത് പഠിക്കണം. നോക്ക്, if an object changes its position related to the reference object, it is said. If it does not change position, it is said to be stationary. Moving object undergo a change in position. Let's try measuring the change in position. അതായത് അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണ് എന്നും സ്ഥാനം മാറുന്നില്ല എങ്കിൽ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാം. അനൗൺസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ അതിനെന്തോന്നാണ്? ആ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയാം. എന്നാൽ അതിന്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ അതെന്തോന്ന് പറയാം? നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. ഇഫ് ആൻ ഒബ്ജക്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വസ്തുവിനെ അപേക്ഷിച്ച് റിലേറ്റീവ് ടു ദ റെഫറൻസ് ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് ആ വസ്തുവിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതെന്തോന്നാണെന്ന് പറയാം? സെറ്റ് ടു ബി മോഷൻ, ചലനാവസ്ഥയിലാണെന്ന് പറയാം. ഡു നോട്ട് ചേഞ്ച്, ഡസ് നോട്ട് ചേഞ്ച്, അതിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്തോന്ന് പറയാം? സ്റ്റേഷനറി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? മൂവിങ് ഒബ്ജക്റ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ പൊസിഷൻ. മൂവിങ് ഒബ്ജക്റ്റിന് അതിന്റെ എന്തോന്നാണ്? അതിന്റെ ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ. ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റമുണ്ട്. സ്ഥാനമാറ്റത്തിന്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്കിനി അങ്ങോട്ട് അടുത്ത് നോക്കാം. ഡിസ്റ്റൻസ്, ദൂരം. ദ പിക്ചർ ഓഫ് എ 400 മീറ്റർ ട്രാക്ക് ഈസ് ഗിവൺ ബിലോ. 400 മീറ്റർ ട്രാക്കിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടാ ഈ റൗണ്ട് ചെയ്ത് കാണുന്നത് 400 മീറ്റർ ആണ്. ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കുന്ന ഓട്ടക്കാർ സഞ്ചരിക്കുന്ന പാതയുടെ നീളം എത്രയായിരിക്കും? ഇത് 2 റൗണ്ട്, ഇത് ഒരു റൗണ്ട് 400 ആണെങ്കിൽ 2 റൗണ്ട് എത്ര ആയിരിക്കും? 400നെ 2 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 800 മീറ്റർ ആയിരിക്കും അല്ലെ. 3 റൗണ്ട് ആണെങ്കിൽ 400നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത what will be the length of the path traveled by an athlete complete 2 rounds? 2 rounds എത്രയാണ്? 800 മീറ്റർ ആണ്. അടുത്ത ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം, എത്ര ദൂരം സഞ്ചരിച്ചു അത്രയും ആ നീളത്തിനാണ് എന്തെന്ന് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് മീറ്റർ. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്തോന്നാണ്? മീറ്റർ ആണ്. SI യൂണിറ്റ് എന്താണ്? മീറ്റർ. ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ. ഓക്കെ, അടുത്ത് നോക്ക്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഡോമീറ്റർ. എന്താണ്? ഹാവ് യു എവർ സീൻ ദ ഡിവൈസ് ദാറ്റ് ഷോസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾസിന് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരെന്തോന്നാണ്? ഓഡോമീറ്റർ. ഇതെന്താണ്? ഓഡോമീറ്റർ. ആൻഡ് ഓഡോമീറ്റർ റെക്കോർഡ്സ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. ഓഡോമീറ്ററിൽ
ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കാണിക്കുന്നത്? കിലോമീറ്ററിലാണ് കാണിക്കുന്നത്. വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെന്തോന്ന് പറയും? ഓഡോമീറ്റർ എന്ന് പറയും. ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് സൂചിപ്പിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. നിങ്ങൾക്ക് പരിചിതമായ ഒരു വാഹനം ഇതുവരെ സഞ്ചരിച്ച ദൂരം ഓഡോമീറ്റർ നോക്കി കണ്ടെത്താനാണ്. നിങ്ങളുടെ വീടുകളിലും കാണും ഇതുപോലെ 2 വീലേഴ്സ് എല്ലാ വാഹനങ്ങൾ. ആ ഓഡോമീറ്റർ നോക്കുമ്പോഴത്തേക്ക് അതിലറിയാം എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇതിന് താഴെ കൊടുത്തിരിക്കുക എത്ര കിലോമീറ്റർ ആണ് അത് സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ. ഓക്കെ, അടുത്ത് നോക്ക്. ഒരു റെയിൽവേ ട്രാക്കിന്റെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഷോസ് ദ റെയിൽവേ ട്രാക്ക് ഫ്രം എ ടു എഫ്. എ മുതൽ എഫ് വരെ സഞ്ചരിച്ച ദൂരം. നോട്ട് ഡൗൺ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ അപ്പോൺ എ റീച്ചിങ് ഈച്ച് പ്ലേസ്. ഒരു ട്രെയിൻ എ മുതൽ എഫ് വരെ സഞ്ചരിച്ച റെയിൽ പാതയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ട്രെയിൻ സഞ്ചരിച്ച ദൂരം പട്ടികപ്പെടുത്തി നോക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എയിൽ എത്രയാണ്? 0 ആണ് അല്ലെ? 0. വൈൽ റീച്ചിങ് ബി. ബിയിലെത്തുമ്പോഴത്തേക്ക് അത് എത്രയായി? 60 കിലോമീറ്റർ ആയി. അടുത്ത് സിയിലെത്തുമ്പോഴത്തേക്ക് അത് എത്രയായി? 110 ആയി. അടുത്ത് ഡിയിലെത്തുമ്പോൾ 150 കിലോമീറ്റർ ആയി. ഇയിലെത്തിയപ്പോൾ 250 കിലോമീറ്റർ. എഫിലെത്തിയപ്പോൾ 320 കിലോമീറ്റർ. അതിവിടെ തന്നെ തന്നിട്ടുണ്ട് സഞ്ചരിച്ച ദൂരം. അതങ്ങോട്ട് രേഖപ്പെടുത്തി എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് സ്പീഡ് നോക്കോ. A photo finish picture of the 100-meter race in the Olympics is given above. Which would be the winner be decided? The athlete who completed 100-meter in the least time would be the winner. അപ്പോൾ ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിജയെ കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ ഓടിയെത്തുന്ന കായിക താരമായിരിക്കുമല്ലോ വിജയ് തന്നെയല്ലോ. കുറഞ്ഞ സമയത്തിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ആളായിരിക്കും വിജയ് എന്ന് പറയുന്നത്. നോക്ക്, ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ആണ്. ടേക്ക് എ ടാൾ glass jar, mark the top and bottom as A and B respectively. Fill the glass jar with glycerin and drop a stone from the top. Start the stopwatch when the stone reaches A. Stop the watch when the stone reaches B. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്തോന്നാണ്? ഉയരമുള്ള ഒരു ഗ്ലാസ് ജാർ എടുക്കുക. അതിൽ മുകളിലും താഴെയും യഥാക്രമം എ എന്നും ബി എന്നും അടയാളപ്പെടുത്തുക. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഗ്ലാസ് ജാറിൽ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലാസ് ജാറിൽ ഗ്ലിസറിൻ ഒഴിച്ച് മുകളിൽ നിന്ന് ഒരു കല്ല് കെട്ടുക. ഇതിനകത്ത് എന്തോന്നാണ്? ഗ്ലിസറിൻ നിറയ്ക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു കല്ലിടാനാണ് പറഞ്ഞിരിക്കുന്നത്. കല്ല് എയിൽ നിന്ന് ബിയിൽ എത്താനെടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്താനാണ്. ഇവിടെ നിന്ന് എയിൽ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ബി വരെ എത്തുമ്പോഴത്തേക്ക് എത്ര സമയമാണെന്നുള്ളത് നമ്മൾ ചെയ്തു നോക്കി എഴുതാനുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എത്രയാണ് സമയമൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു 3 സെക്കൻഡ്, ഇത് ഇവിടെ നിന്ന് ഈ കല്ലി താഴെ വരെ എത്താൻ ഒരു 3 സെക്കൻഡാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ, ഇതിന് മൊത്തത്തിൽ ഒരു 15 സെന്റിമീറ്റർ നീളം ഉണ്ടെന്ന് വെച്ചോ. അത് ഡിസ്റ്റൻസ് എത്രയാണ്? 15 സെന്റിമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആ സ്റ്റോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 50യെ എത്ര കൊണ്ട്? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ്. ഇത് സെക്കൻഡ് ആണ്. 5 സെക്കൻഡ്. അപ്പോൾ 50യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സെന്റിമീറ്റർ ആണ് നമ്മളിവിടെ എടുത്തത്. അത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമുക്ക് ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തനിയെ ചെയ്ത് അത് എങ്ങനെയാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്ക്. ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ യൂണിറ്റ് എന്തോന്നാണ്? മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ്. SI യൂണിറ്റ്, സ്പീഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. ദ സ്പീഡ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് സമയത്തിൽ
വേഗത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് വേഗം എന്ന് പറയുന്നത്. വേഗത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ്. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത, അതിന്റെ വേഗം എന്ന് പറയുന്നത്. അത് മീറ്റർ പെർ സെക്കൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേഗത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗത സാധാരണയായി നമ്മൾ കിലോമീറ്റർ പെർ അവറിലാണ് കണക്കാക്കുന്നത്. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗത നമ്മൾ ഏതിലാണ് കണക്കാക്കുന്നത്? കിലോമീറ്റർ പെർ അവറിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക. Although SI unit of speed is meter per second, the speed of vehicle usually kilometer per hour. വെഹിക്കിൾസിൽ കിലോമീറ്റർ പെർ അവറും സാധാരണ സ്പീഡ് കണക്കാക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലുമാണ്. അവിടെ ഒരു ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും തമ്മിലുള്ള റിലേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് കാണാതെ പഠിക്കണം. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്, കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ. അവർ എന്ന് പറയുന്നത് എത്ര? 60 മിനിറ്റും 60 സെക്കൻഡും കൂടെ ചേർന്നതാണ് അവർ എന്ന് പറയുന്നത്. അപ്പം 1000 മീറ്റർ ബൈ 60 × 60. അപ്പൊ ഈ ഒരു 0 പോവും, ഈ ഒരു 0 പോവും. അടുത്ത് ഇനി ഇവിടെ ഒരു 0 പോവും, ഇവിടെ ഒരു 0 പോവും. പിന്നെ എത്ര ഉണ്ട്? 10/36. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 കിട്ടും. 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 5 കിട്ടും. താഴ്ഭാഗത്ത് എത്ര കിട്ടും? 18 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് 5/18 കിട്ടിയത്. ക്ലിയർ ആയ? 18 ആണ് ഇത്. അങ്ങനെയാണ് 5/18 കിട്ടിയത്. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ് എന്നിവ തമ്മിലുള്ള ബന്ധമാണ്. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് ഇവിടെ ഒരു കണക്കാണ്. ബസ് എ ട്രാവൽഡ് 75 മീറ്റർ ഇൻ 5 സെക്കൻഡ്സ്. ബസ് ബി ട്രാവൽഡ് 112 മീറ്റർ ഇൻ 7 സെക്കൻഡ്. വിച്ച് ബസ് ഹാസ് ഫാസ്റ്റർ? അതായത് എ എന്ന് പറയുന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സഞ്ചരിച്ചു. ബി എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചത്? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബസ് എയുടേത് നോക്കാം. ബസ് എയുടേത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 75 മീറ്ററിൽ ഡിസ്റ്റൻസ് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 5 സെക്കൻഡ്. 75/5 എത്ര വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അടുത്ത് ബസ് ബി, രണ്ടാമത്തെ ബസ് ബിയിലാണെങ്കിൽ എന്തോന്നാണ്? എത്രയാണ്? 112 മീറ്റർ ആണ് സഞ്ചരിച്ചത്. സമയം എന്ന് പറയുന്നത് ടൈം എത്രയാണ്? 7 സെക്കൻഡ്. ഡിസ്റ്റൻസ് 112 മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് 7 സെക്കൻഡ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 112നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 15 ആദ്യത്തെ ബസ് എ എത്ര സ്പീഡിലാണ് പോയത്? 15 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. ബസ് ബി എന്ന് പറയുന്നത് 16 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. അപ്പൊ ഏത് ബസ്സാണ് കൂടുതൽ ഫാസ്റ്റർ ആയിരുന്നത്? സെക്കൻഡ് ബസ് ബി അല്ലായിരുന്ന ഫാസ്റ്റർ ആയിരുന്നത്. ഓക്കെ, ക്ലിയർ ആയ? അപ്പം നമ്മൾ ഇതിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് എത്രയെന്ന് തന്നിട്ടുണ്ട്. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ എയുടേതും കിട്ടി, ബിയുടേതും കിട്ടി. എയുടേത് 50 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി, ബിയുടേത് 16 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിനാണ്? രണ്ടാമത്തെ ബസ്സിനാണ്. ഓക്കെ, ക്ലിയർ ആയ? അടുത്തത് നോക്കാം.
സ്പീഡോമീറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ഷോസ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ. വെഹിക്കിൾസിന്റെ സ്പീഡ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗത കണക്കാക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ഷോസ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾസ്. വെഹിക്കിളിന്റെ സ്പീഡ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പീഡോമീറ്റർ. അടുത്ത് നോക്കിക്കോ. ദ ഡീറ്റെയിൽസ് ഓഫ് 3 children who participated in a 400-meter running race in school sports meet are given in the table below. Can we find the faster athlete among them? അതായത് സ്കൂൾ കായികമേളയിൽ 3 കുട്ടികൾ പങ്കെടുത്തതിന്റെ വിശദാംശങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവരിൽ വേഗം കൂടിയ താരത്തെ കണ്ടെത്താമോ? ഇവിടെ ചൈൽഡ് എ ഡിസ്റ്റൻസ് ഇപ്പൊ 400 മീറ്റർ ടൈം 180 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ബി 400 മീറ്റർ 120 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത്. അടുത്ത സി 400 മീറ്റർ 400 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതില് നമുക്ക് എന്തോന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്പീഡാണ് കണ്ടുപിടിക്കാത്തത്. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഒന്നാമത്തത് എങ്ങനെ? 400 മീറ്റർ ബൈ 180 സെക്കൻഡ്. അപ്പോൾ 40/18 വരും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.22 മീറ്റർ പെർ സെക്കൻഡ് ഒന്നാമത്തായിട്ട്. രണ്ടാമത്തത് എത്രയാണ്? 400 120 സെക്കൻഡ്. അപ്പോൾ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം 400 മീറ്റർ ബൈ 120 സെക്കൻഡ്, ദാറ്റ് ഈസ് 40 ഈ ഒരു സീറോയും ഈ ഒരു സീറോയും പോകും. പിന്നെ എത്ര? 40/12. 40/12ന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 40യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 3.33 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ. അടുത്ത് സി 400 മീറ്റർ 400 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എത്രയാണ്? 400/400 1 meter per second. Here speed is the distance traveled in 1 second. Will the distance traveled in 1 second always be the same? ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ വേഗം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല അല്ലേ? ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഇവിടെ സ്പീഡിൽ വ്യത്യാസമുണ്ട്. അടുത്ത യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്. Look at the clock dial shown. Complete the table based on the movement of the tip of the second hand. You can measure the distance between different points using a thread. Right? സമവേഗം അസമവേഗം, അതായത് ക്ലോക്കിന്റെ ഡയൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ, അതായത് പി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ചലനത്തെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം ഒരു നൂല് കൊണ്ട് അളന്നെഴുതാമല്ലോ. നോക്കാം. എയിൽ നിന്ന് സി വരെ 10 അപ്പൊ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആണ്. അടുത്ത് സിയിൽ നിന്ന് ഇയിലേക്ക്, സി എവിടെ? ഈ സിയിൽ നിന്ന് ഇയിലേക്ക്, അതുപോലെ തന്നെ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അടുത്ത് ഇയിൽ നിന്ന് ജിയിലേക്ക്, അത് എത്ര? 2 സെന്റിമീറ്റർ ആണ്. മൊത്തം 10 സെക്കൻഡ് ആണ്. അടുത്ത് തിരിച്ച് ചേഞ്ച് ഇൻ പൊസിഷൻ. എയിൽ നിന്ന് ഡിയിലേക്ക്, എയിൽ നിന്ന് ഇവിടുത്തെ ഡിയിലേക്ക്, അപ്പൊ എത്രയാണ്? ഡിയിലേക്ക് ആയപ്പോഴത്തേക്ക് 15 1 2 3 15 സെക്കൻഡ്. എത്ര? 1 2 5 1 2 3 സെന്റിമീറ്റർ. അടുത്ത് ഡിയിൽ നിന്ന് ഇവിടെ ജിയിലേക്ക് എത്രയാണ്? 1 2 3 സെന്റിമീറ്റർ. അടുത്ത ജിയിൽ നിന്ന് HIJ എത്രയാണ്? 1 ഇവിടെ 1 2 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എല്ലാം വന്നപ്പോ 2 സെന്റിമീറ്ററില് വ്യത്യാസം വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കെല്ലാം 3 സെന്റിമീറ്ററിലാണ് വ്യത്യാസം വന്നത്.
നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എവറി 10 സെക്കൻഡ്? 10 സെക്കൻഡിൽ എത്ര സെന്റിമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്? 2 സെന്റിമീറ്റർ. 15 സെക്കൻഡിലാണെങ്കിലോ 3 സെന്റിമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ഓക്കെ. ഇഫ് ആൻ ഒബ്ജെക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽസ്, ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് എ യൂണിഫോം സ്പീഡ്. Let's write the definition of a uniform speed. If an object travel equal distance in equal intervals of time. ഇപ്പോൾ ക്ലോക്കിന്റെ വാച്ചിന്റെ ഇതെടുത്താൽ അതിന്റെ ഡിസ്റ്റൻസും ഈക്വൽ ആണ്, അതിന്റെ ടൈമും ഈക്വൽ ആണ്. ഇഫ് ആൻ ഒബ്ജെക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, ഇറ്റ് ഈസ് ഇൻ യൂണിഫോം സ്പീഡ്. അതിനെന്തോന്ന് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നു. ഓരോ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്ര? ഇവിടെ 2 സെന്റിമീറ്റർ. ആദ്യത്തത് 2 സെന്റിമീറ്റർ, രണ്ടാമത്തെ 15 സഞ്ചരിച്ച ദൂരം 3 സെന്റിമീറ്റർ. ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണെന്ന് പറയാം. അപ്പോൾ യൂണിഫോം സ്പീഡിലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ സമവേഗത്തിൽ എന്ന് പറയാം, യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയ? അടുത്തത്, ഇഫ് അവർ ഡെയിലി ലൈഫ് ആർ ആൾ മൂവ്മെന്റ്സ് ലൈക്ക് ദിസ്. എന്നാൽ നിത്യജീവിതത്തിലുള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലാണോ? അല്ല. ബേർഡ്സ് ഫ്ലൈയിങ്, ഹ്യൂമൻ വാക്കിംഗ്, എ ബോൾ റോളിംഗ് എക്സെട്ര ഡു നോട്ട് മൂവ് വിത്ത് യൂണിഫോം സ്പീഡ്. ഇതൊക്കെ യൂണിഫോം സ്പീഡിലാണോ? അല്ല. ദേ മൂവ് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. നൗ റൈറ്റ് എ ഡെഫിനിഷൻ ഓഫ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പൊ പക്ഷികൾ പറക്കുന്നതും മനുഷ്യൻ നടക്കുന്നതും പന്ത് ഉരുളുന്നതും ഒന്നും സമവേഗത്തിലല്ല. ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനങ്ങളാണ്. അസമവേഗത്തിലുള്ള ചലനത്തിനൊരു നിർവചനം എഴുതി നോക്കാനാണ്. We see vehicles ranging from slow moving vehicles to high speed cars on the roads. Road accidents due to excessive speed and carelessness are daily news. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. സാവധാനം പോകുന്ന സൈക്കിൾ മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ വരെ റോഡുകളിൽ നാം കാണാറുണ്ട്. അമിത വേഗവും അശ്രദ്ധയും മൂലമുള്ള റോഡ് അപകടങ്ങൾ നിത്യേന വാർത്തയാകാറുണ്ടല്ലോ. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? എന്തോന്നൊക്കെ ചെയ്യാൻ പറ്റും? ഒബേ ട്രാഫിക് റൂൾസ്. നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ട്രാഫിക് റൂൾസുകളെല്ലാം ഒബേ ചെയ്യുക. ഫോളോ സ്പീഡ് ലിമിറ്റ്, കൺട്രോൾ സ്പീഡ് ലിമിറ്റ്, അത് ഫോളോ ചെയ്യുക. യൂസ് ക്രോസ് വാക്സ് ആൻഡ് സിഗ്നൽസ് എല്ലാം അതേണക്ക് ക്രോസ് ചെയ്യുന്നത് സീബ്ര ക്രോസിങ്ങിലൂടെ ക്രോസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ട്രാഫിക് റൂൾസ് എല്ലാം നമ്മൾ ഒബേ ചെയ്തു പോയാൽ ഒരു പരിധിവരെ ആക്സിഡൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.